ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു. അതിനുശേഷം അഡ്മിഷൻ കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ എന്ത് ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഇതിനോടകം തന്നെ റിസൾട്ട് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കിക്കഴിയുമ്പോൾ 5 വിഭാഗത്തിലാണ് വിദ്യാർത്ഥികൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ആഗ്രഹിച്ച സ്കൂളിലും കോഴ്സിലുമൊക്കെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതലൊന്നും അവർക്ക് ആലോചിക്കാനില്ല. അവർ ആഗ്രഹിച്ച സ്കൂളും കോഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവർ നേരെ ആ സ്കൂളിൽ ജൂൺ 22-നോ അല്ലെങ്കിൽ 23-നോ പോവുക. അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്ത് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അവർക്ക് ഇനി കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഇനി തീരെ ആലോചിക്കില്ല. അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഓക്കെ. രണ്ടാമത്തെ വിഭാഗം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, പക്ഷെ അത് ആഗ്രഹിച്ച സ്കൂൾ ആയിരുന്നില്ല. അതുകൂടെ ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ റിസൾട്ടിൽ ചേഞ്ച് ഒന്നുമില്ല. അതേ സ്കൂളിൽ തന്നെയാണ് അലോട്ട്മെൻറ്റിലായി കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾ ഹയർ ഓപ്ഷൻ വെച്ച സ്കൂൾസ് ബാക്കിയുള്ളത് കൊണ്ടാണല്ലോ ടെമ്പററി അഡ്മിഷൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ നേരെ ചുമ്മാ ഇരിക്കുക. അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ആ സ്കൂളിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരും. അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും അതേ സ്കൂൾ തന്നെ കിട്ടി, അവിടെ അത് പെർമനൻ്റ് ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ പെർമനൻ്റ് ആക്കാം. ഇനി അതല്ല, അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. മൂന്നാമത്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടി, ടെമ്പററി അഡ്മിഷൻ എടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ മറ്റൊരു സ്കൂൾ കിട്ടിയിരിക്കുന്നു, കുറച്ചുകൂടി മുകളിലൊരു സ്കൂൾ കിട്ടിയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ താല്പര്യം അതിന് മുകളിൽ ഓപ്ഷൻ വെച്ച സ്കൂളിലേക്ക് പോകാനാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഈ സ്കൂളിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ കിട്ടിയ സ്കൂളുണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണം. ഓക്കെ. ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണം. എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. ഓക്കെ. നാലാമത്തെ വിഭാഗം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയില്ലായിരുന്നു, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അഡ്മിഷൻ കിട്ടി. പക്ഷേ അത് ആഗ്രഹിച്ച സ്കൂളോ കോഴ്സോ അല്ല. നിങ്ങളും ചെയ്യേണ്ടത് നേരെ പോവുക, ആ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അഞ്ചാമത്തെ വിഭാഗം ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും. എങ്കിലും അവർ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അവർ ആ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ.